കൊല്ലം മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ടതിലെ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളം തീർക്കും. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ച് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലം സന്ദർശിച്ചിരുന്നു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജാണ് ചേരുന്നത്. മനോജ്, അവിടെ മാർച്ച് ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിലെ സ്ഥിതി? രാഖി, അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ മാർച്ച് ആരംഭിക്കും. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെയും ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഫിൽറ്റർ ഹൗസിന് മുന്നിൽ നിന്നുമാണ് ഈ മാർച്ച് ആരംഭിക്കുന്നത്. നിരവധി പ്രവർത്തകർ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. ആ പൂക്കളത്തിൽ അദ്ദേഹം സിന്ദൂരം ചാർത്തിയാണ് നിലപാട് അറിയിച്ചത്. അതായത് എത്രയൊക്കെ തന്നെ മായ്ക്കാൻ ശ്രമിച്ചാലും അതിനെ ശക്തമായി നിലനിർത്തുമെന്നുള്ള സൂചനയാണ് കേന്ദ്രമന്ത്രി അടക്കം ഇവിടെ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ 27 പേർക്കെതിരെയാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത്. അത് പൂക്കളത്തിൽ കാവിക്കൊടിയും സമീപത്തായുള്ള ശിവജിയുടെ ചിത്രവും ഒക്കെ FIR-ൽ ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ചില ഭരണസമിതി അംഗങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പോലീസിന്റെ ഈ നടപടിയെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതിൽ തന്നെ ഈ ഭരണസമിതിയിലടക്കം CPM-ന്റെ മുൻപ് ചുമതല വഹിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, നിരവധി പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ഇവിടെ നിന്നും 1 കിലോമീറ്ററിനുള്ളിലാണ് ഈ പോലീസ് സ്റ്റേഷനുള്ളത്. അവിടേക്കാണ് ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധം. ഇവിടെ ഒന്നും കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത്. കാരണം ഈ പൂക്കളമിടുന്ന കാര്യം അത് പോലീസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ഈ തിരുവോണത്തിൻ്റെ തലേ ദിവസം ഇവരുമായി ചർച്ച നടത്തിയിരുന്നു. എന്നിട്ടും പിറ്റേ ദിവസം ഈ പൂക്കളം ഇട്ടതിന് ശേഷം അവിടേക്ക് പോലീസ് എത്തി അത് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള ആ പൂക്കളം ഏതൊരു പൗരനും അഭിമാനത്തോടു കൂടി കാണുന്ന രാജ്യത്തിൻ്റെ ഒരു നടപടി. അതിൽ അഭിമാനം കാണേണ്ടവരൊക്കെ തന്നെ പിന്നീട് അവിടെ എത്തി പൂക്കളമാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് ഭരണസമിതി അംഗങ്ങൾ വിശദീകരണവുമായി വരുന്നു, ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തിട്ടില്ല എന്നൊക്കെ. പക്ഷേ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എങ്ങനെയാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രതികരിച്ചതെന്ന്. എന്തായാലും ഈ ഒരു പ്രതിഷേധം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ. വലിയ തിരക്ക് തന്നെയാണ്. അതായത് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടാകും. അത് പൂക്കളം തീർത്തുകൊണ്ടാണ് പ്രതിഷേധമുണ്ടാകുക എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുണ്ടാകുന്നു, രാജ്യവ്യാപകമായി ചർച്ചയിൽ വരുന്നു. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ആ ഒരു ചിത്രം തന്നെ, ആ ഒരു പൂക്കളം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെയുള്ളവരോടൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. എന്തായാലും ഈ ഒരു പ്രതിഷേധം ഇങ്ങനെയൊന്നും അവസാനിക്കില്ല എന്ന കാര്യം തന്നെയാണ് ഇവിടെ ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത്. കാരണം ഇത് ഒരു സമൂഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അതായത് രാജ്യമൊന്നാകെ തന്നെ അഭിമാനത്തോടു കൂടി കാണുമ്പോൾ അതിനെയൊക്കെ തന്നെ പിന്നീട് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മാർച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തകർ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തി തുടങ്ങി. ഇനി അല്പസമയത്തിനകം തന്നെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ച് എത്തും. അവിടെ പോലീസ് ഈ മാർച്ച് തടയുവാൻ വേണ്ട മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മാർച്ചിന്റെ മുൻനിരയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ആ ഒരു ബാനറൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മാർച്ച്, അതായത് തിരുവോണനാളിൽ പൂക്കളമിട്ടതിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയതിന് സൈനികർക്കും ദേശഭക്തർക്കുമെതിരെ കലാപത്തിന് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ മാർച്ച് ഉള്ളത്. കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി, ബി.ജെ.പിയുടെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. എന്തായാലും ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന നിരവധി ആളുകൾ അവരൊക്കെ തന്നെ ഈ കഴിഞ്ഞ ദിവസവും നമ്മളോട് സംസാരിച്ചിരുന്നു. കാരണം ഇങ്ങനെ ഒരു വിഷയം അതൊക്കെ തന്നെ രാഷ്ട്രീയപരമായി ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളെയോ അല്ലെങ്കിൽ ഈ സാംസ്കാരികപരമായിട്ടുള്ള പൈതൃകപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് അത് ചെയ്യുന്നവർക്കെതിരെ ഇത്തരത്തിൽ കേസ് എടുക്കുന്ന ഒരു സമീപനം, അതിന് പോലീസും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഓരോരുത്തരും ആരോപിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്. ഈ പ്രതിഷേധം അതായത് കള്ളക്കേസ് എടുത്തതാണ് ബോധ്യപ്പെട്ടുകൊണ്ടല്ലേ ഞാൻ വന്നത്. ഞാനൊരു പ്രവർത്തകനാണ് അതിൻ്റെ പാർട്ടിയുടെ 15 വർഷം കൊണ്ട്. ഇത് എനിക്ക് ബോധ്യം വന്നതുകൊണ്ട് ഞാൻ ഇതിൽ പങ്കെടുത്തത്.
കാരണം ആത്തപ്പൂട്ടതിന് ഒരു കേസെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇല്ല ഇല്ല അത് തന്നെ ആ. തീർച്ചയായും നിരവധി ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അദ്ദേഹമൊക്കെ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അതായത് കാവിക്കൊടി ക്ഷേത്രത്തിനുള്ളിൽ കയറ്റാൻ പാടില്ല, അല്ലെങ്കിൽ അത്തപ്പൂവിൽ പോലും ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാര്യം അവർ ഭരണസമിതി അംഗങ്ങളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ ആ കാവിക്കൊടി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും നിരവധി പ്രവർത്തകർ ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളടക്കം നേതൃത്വം നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നമുക്ക് പേര് കണ്ടാൽ വിളറി പിടിക്കും പോലീസ് മതഭീകരുടെ കങ്കാണികളെ നിങ്ങൾക്കിനിയും മാപ്പില്ല പാർത്ഥസാരഥിയാണ് സത്യം മാപ്പ് തരാനിനി മനസ്സില്ല രാജ്യവിരുദ്ധ കൂട്ടങ്ങൾ അലമുറയിട്ട് കരഞ്ഞോട്ടെ ക്ഷേത്രവിരുദ്ധ കൂട്ടങ്ങൾ നെഞ്ചു പൊട്ടിക്കരയട്ടെ പാർത്ഥസാരഥി ഏന്തിയ ചാട്ട അധർമ്മമൊക്കെ ഒടുക്കിയ ചാട്ട കയ്യിലേന്തി പറയുന്നു നിങ്ങളുടെ മോഹം പട്ടട പോകും ഈ നാടും കുങ്കുമമണിയും കൈലാസത്തിൻ നെറുകയിലുണ്ട് സിന്ധു സാഗര വീഴ്ചയിലുണ്ട് വങ്കക്കടല് വർണ്ണം ചാർത്തം സോദരിമാരുടെ സീമന്തത്തിൽ ഞങ്ങളുടെ യാഗ നിടില തടത്തിൽ ഭാരതമാകെ പാടുന്നു കേരളമാകെ പടരുന്നു ഭയപ്പെട്ടവർ കാണട്ടെ ഞങ്ങൾ ഉയർത്തിയ ധർമ്മപതാക പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രം വടിവട്ടിയാക്കിയ മോദിയപ്പട പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രം വടിവടിയാക്കിയ മോദിപ്പടയാ കേസെടുത്ത് വിരട്ടൽ വേണ്ട ബോലോ ഭാരത് മാതാ കി ബോലോ ഭാരത് മാതാ കി വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം ऑपरेशन सिंदूर की जय ऑपरेशन सिंदूर की जय बोलो भारत माता की बोलो भारत माता की बोलो भारत माता की ऑपरेशन सिंदूर की ऑपरेशन सिंदूर की वंदे मातरम वंदे मातरम वंदे मातरम वंदे मातरम वंदे मातरम वंदे मातरम കൊല്ലം മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ പൂക്കളമിട്ടതിലെ പോലീസ് നടപടിയിലാണ് പ്രതിഷേധം കടുക്കുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളം തീർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഹൈന്ദവ സംഘടനകൾക്കൊപ്പം പൊതുജനങ്ങളും ഇപ്പോൾ ഈ പ്രതിഷേധം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.